തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചലിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ബെൻസൺ എബ്രഹാമിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് രാവിലെ സ്കൂളിൽ കണ്ടെത്തിയത്. സ്കൂളിലെ ക്ലർക്ക് മാനസികമായി പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് RDOയോട് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. മാനസ മനോജ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. മാനസ, നേരത്തെ സ്കൂൾ പ്രിൻസിപ്പലൊക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലൊരു വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതായത് കുടുംബം ആരോപിക്കുന്നത് പോലെ ഒരു മാനസിക പീഡനം ക്ലർക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥി സബ്മിറ്റ് ചെയ്ത റെക്കോർഡിൽ താൻ ഒപ്പുവെച്ചില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി, അല്ലെങ്കിൽ ഓഫീസിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം, കുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതായി തൻ്റെ അറിവിലില്ല എന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? തീർച്ചയായും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പളാണ് അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. പ്രിൻസിപ്പൽ ഇക്കാര്യം ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്ന മറുപടിയാണ് നമുക്ക് നൽകിയത്. മാത്രമല്ല, ഈ കുട്ടിയാണ് പ്രിൻസിപ്പലിനോട് അങ്ങോട്ട് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ക്ലർക്കുമായാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞപ്പോൾ ക്ലർക്കിനോട് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലർക്ക് മറുപടി ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നായിരുന്നു പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി. അതേസമയം കുട്ടി പറഞ്ഞതനുസരിച്ച് കുട്ടിയുടെ മാതാപിതാക്കളെ ഇക്കാര്യം വിളിച്ച് അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മയെ വിളിച്ച് സ്കൂളിലേക്ക് വരണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്നതാണ് പ്രിൻസിപ്പൽ അറിയിച്ചത്. ഏതായാലും ക്ലർക്കിനെതിരെ കുടുംബം ആരോപണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു, അതോടൊപ്പം തന്നെ വളരെ മോശമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഈ സീൽ വെക്കാൻ പോയപ്പോൾ സംസാരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല, തെറി വിളിക്കുന്ന ഒരു മനോഭാവം കൂടി ക്ലർക്കിന് ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് കുട്ടിയുടെ അമ്മാവൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ അറിയിച്ചത്. മാത്രമല്ല, ഇത്തരത്തിൽ കുട്ടികൾ ഈ പ്രൊജക്റ്റ് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ്. പ്രൊജക്റ്റ് പ്രിൻസിപ്പൾ ഒപ്പുവെച്ചതിന് ശേഷം സീൽ വെക്കേണ്ട ഒരു നടപടിയുണ്ട്. അതിനായാണ് കുട്ടി സീൽ വെക്കാൻ വേണ്ടി ഓഫീസിലേക്ക് പോയത്. അപ്പോഴാണ് ക്ലർക്കുമായി ഇത്തരത്തിൽ ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒപ്പം പ്രിൻസിപ്പൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, കുട്ടിയുടെ റെക്കോർഡ് ബുക്കല്ല കുട്ടി സീൽ വെക്കാൻ പോയത്, മറ്റൊരു കുട്ടിയുടെ ബുക്കാണെന്ന് ആ കുട്ടി തന്നെ പ്രിൻസിപ്പളിനോട് പറഞ്ഞതായും പ്രിൻസിപ്പൾ അറിയിക്കുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല, എടുത്തു പറയേണ്ടത്, ഇന്ന് ഈ ആരോപണ വിധേയനായ ക്ലർക്ക് അവധി എടുത്ത് ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് തനിക്ക് അവധി വേണമെന്ന് വാട്സപ്പിലൂടെ പ്രിൻസിപ്പളിനെ അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ ക്ലർക്ക് ഇന്ന് ഇവിടെ സ്കൂളിൽ എത്തിയിട്ടില്ല. സ്കൂളിന് സംഭവത്തെ തുടർന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിലാണ്. സമയത്തിനകം തന്നെ കുട്ടിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെയും തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല, പ്രാഥമിക ഈ നടപടിയിൽ കുട്ടിയുടെ ശരീരത്തിൽ നിന്നുമാകട്ടെ ഡ്രസ്സിൽ നിന്നുമാകട്ടെ യാതൊരുവിധ കത്തുകളും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഇത് ആത്മഹത്യയാണ് എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ മരണപ്പെട്ടതല്ല, കൊലപ്പെടുത്തിയതാണ് എന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലർക്കിനെതിരെ പരാതി നൽകും എന്നും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നും തന്നെയാണ് ഇപ്പോൾ കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. വിനിഷ, മാനസ, വലിയ രീതിയിലുള്ള ആളുകൾ അവിടെ ഒരു ജനക്കൂട്ടത്തെ സ്കൂളിൽ കാണുന്നുണ്ട്. മാനസയ്ക്ക് പിറകിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ ആളുകളെ വ്യക്തമാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങളൊക്കെ അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മനോഭാവത്തിൽ തന്നെയാണോ? കാരണം സ്കൂളിനെതിരെ പറയുന്നത് വലിയൊരു പരാതിയാണ്. കാരണം സ്കൂൾ വിദ്യാർത്ഥിയായ ആ കുട്ടി സ്കൂളിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. സ്കൂളിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം മുൻപിൽ നിൽക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ സ്കൂളിനെതിരെ സ്വാഭാവികമായും പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും വിനിഷ, അല്പസമയം മുൻപാണ് സ്കൂളിലേക്ക് DYFIയുടെ യൂണിറ്റ് സമരവുമായി പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് എത്തിയത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ്, അതായത് രാത്രി 9 മണിക്കാണ് കുട്ടി വീട്ടിലേക്ക് എത്തുന്നത്. 9 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി അമ്മയോട് പറയുന്നത്. ശേഷം കുടുംബവും ഇത്തരത്തിൽ ആശ്വസിപ്പിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായെങ്കിൽ കൂടിയും കുട്ടിയെ ഒന്ന് തള്ളിപ്പറയുന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നായിരുന്നു അമ്മാവൻ പറഞ്ഞത്. അതൊക്കെയും കേട്ടാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങിയത്. ശേഷമാണ്
പിന്നീടാണ് 12 മണി കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് എത്താത്തതിനെ തുടർന്ന് കുടുംബം പരാതിയുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നത്. പരിശോധനയിലൊന്നും തന്നെ കുട്ടി പോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെയും തന്നെ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. പിന്നീട് ഇന്ന് രാവിലെയോടുകൂടിയാണ് കുട്ടിയുടെ അമ്മാവൻ സ്കൂളിൽ ഉണ്ടാകുമോ എന്ന സംശയത്തിൽ സ്കൂളിലേക്ക് വരുന്നത്. അപ്പോഴാണ് സ്കൂളിൻ്റെ സ്റ്റെപ്പുകൾക്കിടയിൽ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയുടെ ഈ ഒരു ആത്മഹത്യയെ കൂടി പരിഗണിച്ച വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ക്ലർക്കിൻ്റെ ഈ ഒരു മാനസിക പീഡനം തന്നെയാണ് എന്ന് കുടുംബം ആരോപിക്കുമ്പോൾ ക്ലർക്കിൽ നിന്നും യാതൊരുവിധ വിശദീകരണവും ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യമായി പറയേണ്ടത്. മാത്രമല്ല RDOയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. RDOയും പ്രിൻസിപ്പലിൻ്റെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ക്ലർക്കിനോട് ഉടൻ തന്നെ വിശദീകരണം അറിയിക്കാനുള്ള ഒരു ബാധ്യത, അല്ലെങ്കിൽ ക്ലർക്ക് ഉടൻ തന്നെ വിശദീകരണം അറിയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. സനൽ ജെ എന്ന ക്ലർക്കാണ് ഇത്തരത്തിൽ ആരോപണ വിധേയനായിരിക്കുന്നത്. ഏതായാലും കാര്യമറിഞ്ഞ് സ്കൂളിലെ കുട്ടികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാം തന്നെ ഇവിടെ സംഭവ സ്ഥലത്ത് ഉണ്ട്. ഏതായാലും പ്രാഥമിക നിഗമനം ആത്മഹത്യ എന്ന് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെയും തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അറിയുകയുള്ളൂ. അല്പസമയത്തിനകം തന്നെ കുട്ടിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ക്രമം ആണ് ഇവിടെ ഒരുക്കുന്നത്. വിനിഷ, കുട്ടിയുടെ മൃതദേഹം സ്കൂളിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്?